INL നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സബ് ഡിവിഷൻ ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പരിപാടി INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമത് നരിപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. നാദാപുരം പഞ്ചായത്ത് 6-ാം വാർഡിൽ മയ്യഴിപ്പുഴയുടെയും പുഴയോരത്തെയും 3 ഏക്കറോളം ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നിയമ നടപടി സ്വീകരിക്കുക, കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുക, പുഴ കയ്യേറാൻ ഉപയോഗിച്ച വാഹനങ്ങളും ഉപകരണങ്ങളും പിടികൂടാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INL നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സബ് ഡിവിഷൻ ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചത്. നിയമസഭ പാസാക്കിയ നിയമപ്രകാരം പുഴയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനും സംരക്ഷണ പരിപാലന ചുമതല ജലസേചന വകുപ്പിനും ജില്ലാ കളക്ടർക്കുമാണെന്നും നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ഇറിഗേഷൻ വകുപ്പിന് പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരധികാരവുമില്ലെന്ന ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ ദുരൂഹതയുണ്ടെന്നും പുഴ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനും സഹായിക്കാനും വേണ്ടിയാണ് ഇറിഗേഷൻ വകുപ്പ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് INL സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സമത് നരിപ്പറ്റ പറഞ്ഞു. പ്രകൃതിയെയും പ്രകൃതി സ്നേഹിക്കുന്ന ആളുകളുടെയും പ്രകൃതിയുടെ സംരക്ഷണവും ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ടും ഈ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വകുപ്പ് മേലധ്യക്ഷന്മാർ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നികത്താൻ ഉപയോഗിച്ച വാഹനങ്ങൾ, അതേപോലെ തന്നെ മറ്റ് അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ കണ്ടുകെട്ടേണ്ടതായിട്ടുണ്ട്. പുഴയുടെ പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിക്കുന്നത് വരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്നിവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ സമരമെങ്കിൽ നാളെ ഞങ്ങൾ ഇതിലും ശക്തമായ സമരവുമായി കലക്ടറേറ്റ് മുന്നിലല്ല തെറ്റിയാൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി ഉദ്യോഗസ്ഥ മേലധികാരികളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഇത്തരം സംവിധാനത്തിന് കൂട്ടുനിൽക്കാനാണ് നിങ്ങൾ തയ്യാറാവുന്നതെങ്കിൽ ശക്തമായ ജനരോഷത്തിന് മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ശക്തമായ നിയമ നടപടികളുമായി ഹൈക്കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നിയമ നടപടികളുമായി ഇന്ത്യൻ നാഷണൽ ലീഗ് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പരിപാടിയിൽ CH ഇബ്രാഹിം ഹാജി, രവി പൂറ്റങ്കി, EK പോക്കർ, ജാഫർ വാണിമേൽ, PP മൊയ്തു, അലി പൂളക്ക, SKC തങ്ങൾ, അബ്ദുറഹിമാൻ OK, KK നൌഷാദ്, മുഹമ്മദ് നാറാണത്ത്, റാബിത് കോറോത്ത്, MP അബ്ദുള്ള, TI നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ ആമോരാ. ആര്യത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന് ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത് നമ്മളെ ആ കുടുംബ സുരേഷിന്റെ ചെക്കനാ? അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.